It's Monday morning. Good morning everyone. രാവിലെ മുതൽ എന്താ ചെയ്യുന്ന എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അതായത് സുപ്രഭാതത്തിൽ തുടങ്ങുന്നു 5 മണിക്ക്. എന്നിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയത് 2 ആഴ്ചയായിട്ടുള്ളൂ. കോപ്പർ ജഗ്ഗിൽ വെള്ളം തലേദിവസം നിറച്ച് വെച്ചിട്ട് അത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക എന്നുള്ളത്. ശരിക്കും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇനി നല്ല എഫക്റ്റ് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് പറഞ്ഞു തരാം എന്താണ് ചെയ്യണമെന്നുള്ളത്. അത് കഴിഞ്ഞ് നേരെ പൂജാമുറിയിൽ വന്ന് ടൈം എടുത്ത് ഭഗവാനെയും എല്ലാവരെയും ഒരുക്കാനുള്ള ടൈം ഞാൻ എടുക്കാറുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത ജോലിയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം നനയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നല്ല അങ്ങേയറ്റം ചൂടായതുകൊണ്ട് 2 നേരം കൊടുക്കേണ്ട ഒരു സ്ഥിതിയാണ്. എന്നാലും അവർ നല്ല രീതിയിൽ വളരുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സന്തോഷമാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കുകയാണെങ്കിൽ താളിച്ച ദോശയാണ്. താളിച്ച ദോശ, തൈര്, ഇന്നലത്തെ ഗൊത്സു. അപ്പോൾ താളിച്ച ദോശ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കുകയാണെങ്കിൽ സിമ്പിളാണ്. എണ്ണ ഒഴിക്കുക, കടുക് ഇടുക, കുറച്ച് ഉഴുന്നുപരിപ്പ് ഇടുക, കുറച്ച് ജീരകം ഇടുക, കരിവേപ്പില ഇടുക, അതേമാതിരി തന്നെ ഉണക്ക ചതച്ച മുളക് ഇടുക. ഇതെല്ലാം കൂടിയിട്ട് ദോശമാവിലേക്ക് അങ്ങോട്ട് ഇടുക. ദോശമാവിലേക്കിട്ട് വേണമെങ്കിൽ കായും ഇട്ടോളൂ കേട്ടോ. ദോശമാവിലേക്ക് ഒഴിച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കുക. ആ ഇളക്കിയിട്ട് ദോശ സാധാരണ പോലെ ചുട്ടു നോക്കൂ. ഇതിൻ്റെ കൂടെ വൺ ഓഫ് ദ ബെസ്റ്റ് കോമ്പിനേഷൻ തൈരാണ്. നല്ല അസല് ദോശയും ആ ഫീലായിരിക്കും. ആ ദോശ തന്നെ കഴിക്കാൻ തന്നെ വളരെ സൂപ്പറായിരിക്കും. നമ്മൾ വിചാരിക്കുകയാണ് ഇത് ഇടുമ്പോഴേക്കും സൂപ്പറാവുമോ ദോശ എന്ന്. സത്യം പറഞ്ഞാൽ സൂപ്പറാവും. അപ്പോൾ വരൂ നമുക്ക് താളിച്ച ദോശയും. ശരിക്കും കോമ്പിനേഷൻ ഞാൻ പറഞ്ഞല്ലോ തൈരാണ്. തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ കോമ്പിനേഷനാണ് ശരിക്കും ബെസ്റ്റ്. ഇന്നലെ വെച്ച ഗൊത്സു ഉള്ളതുകൊണ്ട് ഞാൻ അതും കൂടി എടുത്തു മാത്രം. ദോശ വളരെ ഫ്ലേവർഫുൾ ആണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കും, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. രാവിലെ മുതൽ ഒരു ദിവസത്തിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരിക്കും എങ്ങനെയാണ് എന്നുള്ളതാണ് ചെറിയ രീതിയിൽ കാണിച്ചു തന്നത്. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം. ഈ ദോശ ട്രൈ ചെയ്തിട്ട് അറിയിക്കാൻ മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം. Till then, take care and bye-bye.